ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാ വിശേഷങ്ങൾ? സുഖമായിരിക്കുന്ന. ഇന്നിപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ബ്ലൂ വാട്ടർ ഐലൻഡ് ഉണ്ട് ദുബായിൽ. അവിടെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ വണ്ടി പാർക്കിംഗ് ചെയ്ത് നടന്ന് പോവാണ്. നടന്ന് പോകുമ്പോൾ ഒരു ലംബോർഗിനി നിൽക്കുന്നുണ്ട് കേട്ടോ. പൈസ എനിക്ക് നല്ല ഇഷ്ടമായത്. പിന്നെ അതിൻ്റെ സൈഡിൽ മാളുണ്ട്, അതിൽ ചെറിയ ഷോപ്സ് ഉണ്ട്, പിന്നെ വാഷ്റൂംസ് ഉണ്ട്, എല്ലാ സൗകര്യമുണ്ട്. നമ്മൾ ജസ്റ്റ് അതിൽ നിന്ന് കയറിയിട്ടൊന്ന് ഇറങ്ങിയിട്ടോ, കാരണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. തന്നെ ചില ഷോപ്സൊക്കെ ക്ലോസ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അതിൻ്റെ നമുക്ക് പോകണ മെയിൻ പോയിൻ്റിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് നടക്കാനുണ്ട്. കുറച്ച് ഒരുപാടുണ്ട് നടക്കാൻ. പക്ഷെ നടക്കാൻ അതിൻ്റെ സൈഡിൽ ഷോപ്സും കാര്യങ്ങളും പുറത്തുണ്ട്. കോഫി ഷോപ്പ്, പിന്നെ ചെറിയ ഐസ്ക്രീമിൻ്റെ ഷോപ്പുകളൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ട്. ചിലതൊക്കെ ഓപ്പൺ തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. പക്ഷെ നല്ല തിരക്കുണ്ടാവുന്നുണ്ട്. വീക്കെൻഡൊക്കെ ആണെങ്കിൽ നല്ല തിരക്കുണ്ടാവും. നമ്മൾ വീക്കെൻഡില്ല പോയത്, അതുകൊണ്ടാണ് അങ്ങനെ തിരക്ക് കുറവ്. അല്ലെങ്കിൽ നല്ല തിരക്കുണ്ടാവും. നല്ല രസമാണ് കാണാൻ. പക്ഷെ മെയിൻ കാണണമെങ്കിൽ നമ്മൾ പകൽ വരണം. പകൽ ടൈം ഒരു ഇരുട്ടാവുന്നതിന് മുന്നേ പോയി കാണണം. ദുബായിലുള്ളവരാണെങ്കിൽ ഒരുവിധമുള്ളവരൊക്കെ പോയിട്ടുണ്ട്. പോവാത്തവരുണ്ടെങ്കിൽ നേരത്തെ അവിടെ എത്താൻ നോക്കാം കേട്ടോ. നേരത്തെ പറഞ്ഞൊരു 6 o'clock മുന്നേക്ക് എത്തി നല്ല അതിൽ നമുക്ക് കാണാൻ പറ്റും. ബ്ലൂ വാട്ടർ എന്നുള്ള മീനിങ് പോലെ തന്നെ ആ ഒരു ഇതിൽ കാണാൻ പറ്റും. നമ്മൾ ലേറ്റ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കാണുന്നത്. നല്ല രസമാണ് കേട്ടോ. ബിൽഡിങ് ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും കാണാൻ രസമാണ്. പിന്നെ ഞാനൊരു സോറി പറയാം കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഫാസ്റ്റിൽ നടക്കണോണ്ടാണ് ഇങ്ങനെ എൻ്റെ ക്യാമറ ഷെയ്ക്ക് ആവുന്നുണ്ട്. എനിക്ക് അപ്പം അത്ര അറിയണ്ടായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെയാണ് കറക്റ്റ് അറിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ സോറി കേട്ടോ, അതാണ് ഇങ്ങനെ ഷെയ്ക്ക് ആവുന്നത്. ഞാൻ അവരൊക്കെ ഒരുപാട് ഫാസ്റ്റ് നടക്കുമ്പോൾ ഞാനും അതിൻ്റെ ഒപ്പം എത്താൻ വേണ്ടി ഞാനിങ്ങനെ സ്പീഡിൽ നടക്കുകയായിരുന്നു. കാരണം നമ്മൾ ഒരുമിച്ച് വരുമ്പോൾ ഒരുമിച്ച് കാണണമല്ല അതിൻ്റെ രസം. അവനത് ഒറ്റയ്ക്ക് പോയി ഞാൻ മെല്ലെ നടന്ന് പോയി കാണുമ്പോൾ അതിൻ്റെ ഒരു ഫീലില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ നടന്നുകൊണ്ടാണ് ഇങ്ങനെ ക്യാമറ ഷെയ്ക്ക് ആവുന്നത്. പിന്നെ ഈ ബ്രിഡ്ജിൻ്റെ അവിടെ നിങ്ങൾ നേരെ പോയി നടന്ന് പിന്നെ അവരുടെ താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ. നമുക്ക് താഴത്തേക്ക് ഇറങ്ങി ആ ബീച്ചിൻ്റെ അവിടെ ഇറങ്ങാനുള്ള സൗകര്യമുണ്ട്. സ്ട്രെയിറ്റ് ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അല്ല, അങ്ങനെ ഒരു ഇറക്കം പോലെ കാണാൻ പറ്റും. അവിടെ ഇറങ്ങി നമുക്ക് ആ ബീച്ചിൻ്റെ സൈഡിലേക്ക് ഇറങ്ങി നിൽക്കാം. പക്ഷെ പകലൊക്കെ വന്നാൽ സൂപ്പറാണ് കേട്ടോ. പകൽ ടൈമിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത് അടിപൊളിയായിരിക്കും. പിന്നെ വീക്കെൻഡൊക്കെ ആണെങ്കിൽ നല്ല തിരക്കുണ്ടാവും. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ അതിനായിട്ട് തന്നെ വരുന്നുണ്ട്, ഫോട്ടോ എടുക്കാനായിട്ട്. പിന്നെ ഇവർക്ക് ഇങ്ങനെ ഓടിക്കളിക്ക് ഇഷ്ടം പോലെ സ്ഥലമായി. ഭയങ്കര ഓട്ടമായിരുന്നു. അവർ താഴത്തൊക്കെ ഇറങ്ങി ആ താഴത്തൊക്കെ ഇറങ്ങി പോയി വന്നിട്ടോ. നമ്മളൊന്നും അങ്ങോട്ട് പോയില്ല, കുറേ നടക്കാനുള്ളതുകൊണ്ട് നടക്കാൻ കേട്ടോ. ഒരുപാട് നടക്കാനുണ്ട്. നടന്ന നല്ല ഇപ്പം ഇന്ന് രാത്രി ആണെങ്കിൽ പോലും ചൂട് കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ സുഖമാണ് നടക്കാൻ. ചൂടത്ര അതുണ്ടായിരുന്നില്ല. ഇതാണ് അതിൻ്റെ വ്യൂ കേട്ടോ. ആ ബ്രിഡ്ജ് നിന്ന് നമുക്ക് വ്യൂ കാണാൻ പറ്റും. നല്ല രസമാണ്. അത് ബോട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ട്. നടക്കാനല്ല, കുറേ ആൾക്കാർ നടന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇങ്ങനെ ആ പില്ലറാണ് ഞാൻ നോക്കിയതിരുന്നിട്ട്. ആ പില്ലറ് പറഞ്ഞാൽ വേറെ എന്താ ഒരു ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. ലൈറ്റ് മാത്രം നമുക്ക് കാണുമ്പോൾ കുറേ ലൈറ്റും ആ പില്ലറുമ്പോൾ ലൈറ്റ് ഉണ്ടെന്ന് നമുക്ക് തോന്നുള്ളൂ. പക്ഷേ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല കേട്ടോ. അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ കാണുമ്പോൾ ഒരു പില്ലർ പോലെ തോന്നും. അതുമ്പോൾ കുറേ ലൈറ്റും അതിൻ്റെ ആ ഡിസൈനും കാര്യങ്ങളും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അതൊരുപാട് സ്ഥലത്ത് ഈ ഒരു പില്ലർ തന്നെ ഉണ്ട്. കുറേ രസമുണ്ട് അത് കാണാൻ തന്നെ. അതിൻ്റെ ഷേപ്പ്, ആ ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ നമുക്കറിയില്ല. പക്ഷേ നമുക്കത് ആകുമ്പോൾ ഒരു ലൈറ്റ് പോലെ നമുക്കത് ഫീൽ ചെയ്യുള്ളൂ, ആ ഒരു ഡിസൈന്. അതായിരിക്കും അതിൻ്റെ ഷോ. പിന്നെ നമ്മളങ്ങനെ തിരിച്ച് ഇറങ്ങിയിട്ട് അതിൻ്റെ കുറേ റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട്, ആൾക്കാർ താമസിക്കുന്നുമുണ്ട്. പിന്നെ ഇതൊരു ഫ്ലവർ ഷോപ്പുകളുണ്ട്. അതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് പോലെ വെച്ചതായിരിക്കും. കാരണം അങ്ങനെ പൂവൊക്കെ ഡിസൈൻ ചെയ്തിട്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ അജ്മാനിലെത്തി പാനൂർ കയറി ഫുഡ് കഴിച്ചു. എൻ്റെ ഫോണിൻ്റെ ചാർജും തീരാനായിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിച്ചത് എന്താ വെച്ചാൽ ഗ്രില്ലും ഫുൾ ചിക്കനും പിന്നെ ഞാൻ ബീഫ് ഫ്രൈ അങ്ങനെ എന്തിട്ടൊക്കെ കഴിച്ചത്. ആദ്യം തന്നെ ഓർഡറാക്കി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 24 hours ഉണ്ട് അവരാണ്. സൂപ്പൊക്കെ വന്ന് ഇവർ പിന്നെ ആദ്യം മെയിൻ അവരുടെ ഫുഡ് ഐറ്റംസ് കൗണ്ടറിൽ നിന്ന് തന്നെ അവരെടുത്തിരിക്കണം. ലോലിപോപ്പും അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ കഴിച്ചു തുടങ്ങി അവരുടേതായ ഐറ്റംസ്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി തിരിച്ച് റൂമിൽ പോവാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യാതെ കാണുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.